പോഷൻ ട്രാക്കറിലേക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴും ലോഗിൻ ചെയ്തതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് പോഷൻ ട്രാക്കറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിലേറ്റവും മുകളിൽ കാണുന്ന അംഗൻവാടി വർക്കർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ലോഗിൻ ചെയ്യുന്നതിനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ യൂസർ നെയിം, പാസ്വേഡ് എന്നിങ്ങനെ 2 കോളങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ എൻ്റർ ചെയ്യുന്നതിനുള്ള യൂസർ നെയിമും പാസ്വേഡും മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് NNM ഹെൽപ്പ് ഡെസ്കിൽ നിന്നും നൽകുന്നതായിരിക്കും. ആ ഒരു യൂസർ നെയിം എന്ന ഭാഗത്ത് കൃത്യമായിട്ട് നൽകുക. അതേപോലെ തന്നെ പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പാസ്വേഡും കൃത്യമായിട്ട് നൽകുക. അതുപോലെ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന കണ്ണിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് കാണാൻ സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് യൂസർ നെയിം, പാസ്വേഡ് നൽകിയതിന് ശേഷം തൊട്ടു താഴെയായിട്ട് റിമെമ്പർ മീ എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ശരിചിഹ്നം വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ റിമെമ്പർ മീ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ നെയിം വീണ്ടും എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓട്ടോമാറ്റിക്കായി തന്നെ യൂസർ നെയിം അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിനു ശേഷം താഴെയുള്ള സൈൻ ഇൻ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ആവുകയും നിങ്ങളുടെ ഹോം പേജ് ഇതേ രീതിയിൽ കാണാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ലോഗിൻ ആയി വന്നാൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇന്നേ ദിവസം ആദ്യത്തെ തവണയാണ് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡെയിലി ട്രാക്കറിലെ അങ്കണവാടി ഓപ്പണിംഗ് സ്റ്റാറ്റസ് രേഖപ്പെടുത്തുന്നതിനുള്ള ഈ ഒരു പേജ് ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പേജിൽ അങ്കണവാടി ഓപ്പണിംഗ് സ്റ്റാറ്റസ് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് സ്റ്റാറ്റസ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. കാരണം ഒരു തവണ നമ്മൾ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അങ്കണവാടി പ്രവൃത്തി ദിവസങ്ങളിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പേജ് ഓപ്പൺ ആയി വന്നാൽ നിങ്ങൾ ഓപ്പൺ എന്ന ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ക്ലോസ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യരുത്. ക്ലോസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നീട് നിങ്ങൾക്കത് മാറ്റം വരുത്താൻ സാധിക്കില്ല. പിന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് അങ്കണവാടി ഓപ്പണിംഗ് കാണിക്കാനും സാധിക്കത്തില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ക്ലോസ് എന്ന് നൽകിയാൽ നിങ്ങളുടെ അങ്കണവാടി അന്നേ ദിവസം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്ന രീതിയിലായിരിക്കും റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്കണവാടി പ്രവൃത്തി ദിവസങ്ങളിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഓപ്പൺ എന്ന ഒരു ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇനി അഥവാ അങ്കണവാടി തുറക്കാത്ത അവധി ദിവസങ്ങളിലാണ് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ക്ലോസ് എന്ന ഒരു ഓപ്ഷൻ നൽകിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ അങ്കണവാടി പ്രവൃത്തി ദിവസങ്ങളിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഓപ്പൺ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലൊരു കൺഫർമേഷൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ പറയുന്നത്, നമ്മൾ ഒരു തവണ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഓക്കെ എന്ന് നൽകുക. അതിനുശേഷം ഡെയിലി ട്രാക്കിംഗ് പൂർത്തീകരിച്ചതിന് ശേഷമോ അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ടോ നിങ്ങൾക്ക് ഹോം പേജിലേക്ക് തിരികെ വരാവുന്നതാണ്. അപ്പോൾ ഹോം പേജിൽ ഇതേ രീതിയിൽ മുകളിലായിട്ട് തന്നെ നിങ്ങളുടെ പേര്, അങ്കണവാടി സെൻറ്ററിൻ്റെ പേര്, അങ്കണവാടി സെൻറ്ററിൻ്റെ കോഡ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പോഷൻ ട്രാക്കറിലേക്ക് നമുക്ക് എല്ലാ സമയത്തും ലോഗിൻ ചെയ്യാൻ സാധിക്കുകയില്ല. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ മാത്രമേ നമുക്ക് പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യാനും പോഷൻ ട്രാക്കർ ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. രാത്രി 10 മണി മുതൽ രാവിലെ 7 മണി വരെ നമുക്ക് പോഷൻ ട്രാക്കർ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു സമയത്ത് നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിലുള്ളൊരു സ്ക്രീനായിരിക്കും കാണാൻ സാധിക്കുക. അങ്കണവാടി തുറന്ന് പ്രവർത്തിക്കാത്ത അവധി ദിവസങ്ങളിൽ പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സാധാരണ അങ്കണവാടി തുറന്ന് പ്രവർത്തിക്കാത്ത അവധി ദിവസങ്ങളിൽ പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞായറാഴ്ചകളിലാണ് പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അങ്കണവാടി ഓപ്പണിംഗ് സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കായി തന്നെ ക്ലോസ് എന്നായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊന്നും സെലക്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല. ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഹോം സ്ക്രീനിലേക്ക് വരാവുന്നതാണ്. അങ്കണവാടി തുറന്ന് പ്രവർത്തിക്കാത്ത മറ്റു അവധി ദിവസങ്ങൾ നിങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ അങ്കണവാടി ഓപ്പണിംഗ് സ്റ്റാറ്റസ് വരും. അപ്പോൾ ഇതിൽ നിങ്ങളിവിടെ ക്ലോസ് എന്ന് നൽകിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതേപോലെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ അങ്കണവാടി തുറന്ന് പ്രവർത്തിക്കാത്ത അവധി ദിവസങ്ങളിലും നമുക്ക് ഡെയിലി ട്രാക്കർ ചെയ്യാൻ സാധിക്കുകയില്ല. ഡെയിലി ട്രാക്കർ ഒഴികെയുള്ള മറ്റു രജിസ്റ്ററുകൾ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.